Reflex Tech Valleyilekku ella priya kootukarkkum swagatham. Innu nammal oru Audioex 5.1 ആയിട്ടുള്ള ഒരു ബോർഡാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇതാണ് Audioex 5.1 ഒരു ബോർഡ് വന്നിരിക്കുന്നത്. 5 ചാനലിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബോർഡ് വന്നിരിക്കുന്നത്. അതായത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് Toshiba 52001943 എന്ന് പറയുന്ന ഒറിജിനൽ ട്രാൻസിസ്റ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വോൾട്ടേജ് കൂടുതൽ കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഹീറ്റ് സിങ്ക് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷിലുള്ള ഒരു ഹീറ്റ് സിങ്ക് ആണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. കമ്പോണന്റുകളെല്ലാം നല്ല രീതിയിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കപ്പാസിറ്റർ ആയാലും നമ്മുടെ ഇവിടെ കിട്ടാൻ സാധ്യത കുറവുള്ള കപ്പാസിറ്ററുകളൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. MFR ആണ് റെസിസ്റ്ററുകളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ബോർഡ് നല്ല നീറ്റായിട്ട് തന്നെ Audioexന്റെ എംബിളും ഇതിൻ്റെ നമ്പറെല്ലാം കൊടുത്തിട്ടാണ് ഈ ബോർഡ് വന്നിരിക്കുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ടുകളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ വളരെയധികം എളുപ്പമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ സോക്കറ്റുകളാണ് നമുക്ക് സ്ക്രൂ ചെയ്ത് പോകാമെന്നുള്ള സപ്ലൈ ആയാലും ഇൻപുട്ട് ആയാലും എല്ലാ രീതിയിലും സ്ക്രൂ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. സോൾഡറിങ് നമുക്ക് വളരെ കുറവാണ് ഇതിനകത്ത്. അതുപോലെ തന്നെയാണ് സബ്വൂഫറിൻ്റെ ബോർഡും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് Toshiba 52001943 തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് ഈ ബോർഡ് ഉപയോഗിക്കാം. നമുക്ക് സ്റ്റീരിയോ ആയിട്ട് ഉപയോഗിക്കാം, അതായത് ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടി സ്റ്റീരിയോ ആയിട്ട് ഉപയോഗിക്കാം. അതല്ല നമുക്കിത് ബ്രിഡ്ജ് ചെയ്ത് ഉപയോഗിക്കാം. പാരലൽ ചെയ്തല്ല ബ്രിഡ്ജ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കണക്ഷൻസുകൾ വ്യത്യാസമുണ്ട്. ഇതിലും ഈ പറഞ്ഞ പോലെ തന്നെ ഇൻപുട്ടും ഔട്ട്പുട്ടും എല്ലാം നമുക്ക് സ്ക്രൂ ചെയ്ത് തന്നെ ഉപയോഗിക്കാം. സോൾഡറിങ്ങിൻ്റെ ആവശ്യം ശരിക്കും വരുന്നില്ല. ഇതിലും നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഹീറ്റ് സിങ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ലൈറ്റാണ് ഇതിൻ്റെ ഹീറ്റ് സിങ്കും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കമ്പോണന്റുകളെല്ലാം നല്ല രീതിയിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല നീറ്റായിട്ടുള്ള ബോർഡാണ്. നമുക്ക് ഇത് ശരിക്കും ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു നോക്കുകയാണെങ്കിൽ കമ്പനി ആംപ്ലിഫയറിൻ്റെ ലുക്കിൽ തന്നെ ഇരിക്കും. അതുപോലെ നല്ല നീറ്റായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ കാറ്റലോഗ് വരുന്നുണ്ട്. നമുക്ക് സബ്വൂഫറിൻ്റെ ബോർഡിൻ്റെ കൂടെ 5 ചാനലിൻ്റെ കൂടെ ഇതേപോലെ കാറ്റലോഗും കാര്യങ്ങളും വരുന്നുണ്ട്. രണ്ടിൻ്റെയും കണക്ഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നല്ല രീതിയിൽ എത്ര വോൾട്ടേജ് കൊടുക്കാം, ഇതിൻ്റെ പവർ സപ്ലൈ എങ്ങനെ കൊടുക്കാം, എല്ലാ രീതിയിലും ഇതിനകത്ത് രണ്ടിലും കാറ്റലോഗും കൊടുത്തിട്ടുണ്ട്. നമുക്ക് എളുപ്പമാണ് കണ്ടുപിടിക്കാൻ എല്ലാ രീതിയിലും. അതുകൂടാതെ തന്നെ രണ്ടിലും സ്ക്രൂ കിറ്റും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്പേസർ ഉപയോഗിച്ചിട്ടുണ്ട്, സ്ക്രൂകൾ വന്നിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനൊരു കിറ്റ് മേടിക്കുകയാണെങ്കിൽ 5.1 ആംപ്ലിഫയർ ചെയ്യാനായിട്ട് എളുപ്പം സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ കണക്ഷൻസ് നോക്കാം. കാരണം വെച്ചാൽ ഇത് എങ്ങനെയാണ് ഈ സബ്വൂഫറിൻ്റെ ബോർഡ് ബ്രിഡ്ജ് ചെയ്യുന്നതെന്ന് എങ്ങനെയാണെന്ന് നോക്കാം. മറ്റേ ബോർഡ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം ഇൻപുട്ട് ഔട്ട്പുട്ടുകളൊക്കെ സിമ്പിളാണ്. ഇതിനകത്ത് സബ്വൂഫറായിട്ട് ഉപയോഗിക്കുന്ന ബോർഡിലാണ് ചെറിയൊരു വ്യത്യാസങ്ങൾ, നമുക്ക് ബ്രിഡ്ജ് ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് ഈ വീഡിയോ കൂടി നോക്കാം. ഇതാണ് Audioexന്റെ 5 ചാനൽ ബോർഡ് വന്നിരിക്കുന്നത്. ഇതിലും 52001943 Toshiba തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലും നല്ല രീതിയിലുള്ള MFR തന്നെയാണ് റെസിസ്റ്ററുകളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. കപ്പാസിറ്ററുകളെല്ലാം ഇമ്പോർട്ടഡ് തന്നെയാണ്. നമ്മുടെ ഇവിടെ കിട്ടാൻ സാധ്യത കുറവാണ് ഈ രീതിയിലുള്ള കപ്പാസിറ്ററുകൾ. ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് സ്പീക്കർ ഔട്ടുകളാണ്. ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന എല്ലാം സ്പീക്കർ ഔട്ടുകളാണ്. ഈ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്ന സോക്കറ്റുകളെല്ലാം ഇതിൻ്റെ ഇൻപുട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലും വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പ്ലസ് അതുപോലെ തന്നെ മൈനസ് ഗ്രൗണ്ട് ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഒരു റിലേ കൂടിയാണ് ഇതിനകത്ത് വരുന്നത്. സ്പീക്കർ പ്രൊട്ടക്ഷൻ ഇതിനകത്ത് എല്ലാ ചാനലിലും കൊടുത്തിട്ടില്ല. അതിന് പകരം ഇതിലൊരു വോൾട്ടേജ് ഉണ്ട്. നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ 5 ചാനൽ ഉപയോഗിക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് വോൾട്ടേജ് അതിന് വേണ്ടി എടുക്കുന്ന ആവശ്യമില്ല. ഇതിൽ നിന്ന് തന്നെ നമ്മൾ ഒരു പ്ലസും ഗ്രൗണ്ടും കൊടുത്തതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ് സ്പീക്കർ പ്രൊട്ടക്ഷനിലേക്ക് വേണ്ടിയിട്ട്. നല്ല രീതിയിലുള്ള PCB നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം. റെസിസ്റ്ററുകളെല്ലാ കാലുകളും ഒരേ രീതിയിലാണ് മടക്കി വെച്ചിരിക്കുന്നത്. ഇത് ഹാൻഡ് മെയ്ഡ് ആയിരിക്കാൻ സാധ്യത ഇത്ര നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഹാൻഡ് മെയ്ഡിൽ ഇത്ര നീറ്റായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും, കുറച്ച് സമയം എടുക്കുന്നു മാത്രം. പിന്നെ വന്നിരിക്കുന്ന ട്രാൻസിസ്റ്ററുകളെല്ലാം ഒറിജിനലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലെല്ലാ ചാനലിൻ്റെ ഇൻപുട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് ഗ്രൗണ്ട് അതുപോലെ തന്നെ ഇന്ന് ഗ്രൗണ്ട് അങ്ങനെ 5 ചാനലാണ് കൊടുത്തിരിക്കുന്നത്. 5 ചാനലിൻ്റെ സ്പീക്കർ ഔട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. 1 2 3 4 5 ചാനലിൽ സ്പീക്കർ ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനും ഈ പറഞ്ഞ പോലെ കാറ്റലോഗ് വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ സ്ക്രൂ കിറ്റ് അതുപോലെ തന്നെ സ്പേസർ എല്ലാ രീതിയിലും വന്നിട്ടുണ്ട്. നമുക്ക് സ്ക്രൂ ചെയ്യാൻ ഉൾപ്പെടെയുള്ള രീതിയിലാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇതിലും കാറ്റലോഗ് വന്നിട്ടുണ്ട്. നമ്മൾ എത്രയൊക്കെ വോൾട്ടേജ് കൊടുക്കണം, എങ്ങനെയൊക്കെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ടുകൾ സ്പീക്കർ ലൈൻ എങ്ങനെയൊക്കെ എടുക്കുന്നുള്ള എല്ലാ രീതിയിലും ഇതിൻ്റെ കാറ്റലോഗ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 20 വോൾട്ട് മുതൽ 30 വോൾട്ട് വരെ DC കൊടുക്കാമെന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. അതിനനുസരിച്ച് വോൾട്ടേജ് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. കാറ്റലോഗിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ പാക്കിങ്ങിൽ കൂടി തന്നെയാണ് ഇതിൻ്റെ കാറ്റലോഗ് വന്നിരിക്കുന്നത്. ഏതൊക്കെ സ്പീക്കർ ഔട്ട് ഇൻപുട്ടുകൾ ഇതെല്ലാ രീതിയിലും എഴുതിയിട്ടുണ്ട്. പിന്നെ പവർ സപ്ലൈ എല്ലാ രീതിയിലും എഴുതിയിട്ടുണ്ട്. നമ്മൾ എത്രയൊക്കെ കപ്പാസിറ്റി ഉപയോഗിക്കണം, 10,000-ന്റെ 50 വോൾട്ട് കപ്പാസിറ്റി ഇതെല്ലാ ഡീറ്റെയിലും എഴുതിയിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കാറ്റലോഗിലും വന്നിരിക്കുന്നത്. PCBയിലും Audioexന്റെ പേരാണ് അടിച്ചിരിക്കുന്നത്. 5 ചാനൽ ബോർഡായിട്ട് നല്ല രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലും നല്ല ഹെവി ഹീറ്റ് സിങ്ക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ബ്ലാക്ക് ഫിനിഷിലാണ് ഹീറ്റ് സിങ്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഹീറ്റ് സിങ്ക് ആണ്. അതുകൊണ്ട് സെപ്പറേറ്റ് ഫാൻ ഉപയോഗിക്കേണ്ടെന്ന് അവർ പറയുന്നത്. വോൾട്ടേജ് കൂടുന്നതോറും കുറച്ച് ഫാൻ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഹീറ്റിംഗ് ഇഷ്യൂ വരില്ല. ഇത്രയൊക്കെയാണ് ഈ ബോർഡിൻ്റെ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇതാണ് Audioexന്റെ പുതിയ മോണോ ബോർഡ് വന്നിരിക്കുന്നത്. ഇത് മോണോ ആയിട്ട് ഉപയോഗിക്കാം. നമുക്ക് സബ്വൂഫറിലേക്ക് വേണ്ടിയിട്ട് മോണോ ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സ്റ്റീരിയോ ആയിട്ട് ഉപയോഗിക്കാം, ലെഫ്റ്റ് റൈറ്റ്. ഇതിൽ നിന്ന് സ്ഥിരം ഉപയോഗിക്കുന്ന നമ്മൾ Toshiba ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്ററുകളൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റർ തോഷിബ 5.0 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒറിജിനലാണ്. അതുകൊണ്ടാണ് നല്ല വോൾട്ടേജ് ഇതിനകത്ത് കൊടുക്കാൻ വേണ്ടി ഇവർ എഴുതിയിട്ടുണ്ട്. അത്തരം വോൾട്ടേജ് കൂടുതൽ കൊടുക്കുന്നതോറും വാട്ടേജും കൂടുതൽ കിട്ടും. ഇതിന്റെ കാറ്റലോഗിൽ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ കൂടെ വരുന്ന പേപ്പർ. ഇത് നമുക്ക് എങ്ങനെയാണ് ബ്രിഡ്ജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിനകത്ത് സ്റ്റീരിയോ ആക്കി കൊടുക്കേണ്ടതെന്നെല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വോൾട്ടേജ് എഴുതിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇതിന്റെ വോൾട്ടേജ് ആണ് കൊടുത്തിരിക്കുന്നത്. വോൾട്ടേജ് നമുക്ക് 20 വോൾട്ട് മുതൽ കൊടുക്കാം, 20 വോൾട്ട് മുതൽ 40 വോൾട്ട് വരെ കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വാട്ടേജ് വ്യത്യാസം വരും. 30 വാട്ട് മുതൽ 400 വാട്ട് വരെ മോണായിട്ടും സ്റ്റീരിയോ ആയിട്ടും മാറി മാറി നമുക്ക് ഉപയോഗിക്കാം. ഇതിനകത്ത് മോണായിട്ട് വരുമ്പോൾ 100 വാട്ട് 20 വോൾട്ടിൽ വരുന്നത്, അങ്ങനെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. മാക്സിമം വരുന്നത് 40 വോൾട്ടിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മോണായിട്ട് ഉപയോഗിക്കും 400 വാട്ടാണ്. ലെഫ്റ്റ് റൈറ്റ് നമ്മൾ സ്റ്റീരിയോ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 40 വോൾട്ടിൽ വരുന്നത് 120 വാട്ടാണ്. 2 ചാനൽ 120 + 120 ആണ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് 40 വോൾട്ട് എന്നുള്ളത് DC വോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. AC വോൾട്ട് അല്ല, DC വോൾട്ടാണ് കാറ്റലോഗിൽ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഫുൾ സ്ക്രൂ കിറ്റോട് കൂടിയാണ് വരുന്നത്. നമുക്ക് സ്പേസർ വരുന്നുണ്ട്, സ്ക്രൂ വരുന്നുണ്ട്. ഇത് നമ്മുടെ ക്യാബിനിൽ ഉറപ്പിക്കാനുള്ള എല്ലാ രീതിയിലുള്ള സ്ക്രൂവും കാര്യങ്ങളും ഉൾപ്പെടെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനകത്താണ് സപ്ലൈ കൊടുക്കുന്നത്. പ്ലസ് 0 മൈനസ് നമ്മൾ സപ്ലൈ കൊടുക്കാം. ഇത് സ്പീക്കർ ഔട്ടാണ്. ഇത് വരുന്നത് നമുക്ക് ബ്രിഡ്ജ് മോഡാണ്. ഇത് ഇൻപുട്ടാണ്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ബ്രിഡ്ജ് ചെയ്താണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ നോക്കിയാൽ അറിയാം BTL എന്ന് എഴുതിയിരിക്കുന്നത് ബ്രിഡ്ജ് മോഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ബ്രിഡ്ജ് മോഡിലേക്ക് ഇട്ടതിന് ശേഷം, ഇപ്പോൾ ബ്രിഡ്ജ് മോഡിലാണ് കിടക്കുന്നത്, ബ്രിഡ്ജ് മോഡിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിന്റെ സ്പീക്കർ ഔട്ട് വരുന്നത് 2 ചാനലിന്റെ പ്ലസ്, അതായത് ലെഫ്റ്റ് ചാനലിന്റെ പ്ലസ് റൈറ്റ് ചാനലിന്റെ പ്ലസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മോണായിട്ട് ഉപയോഗിക്കാം. ഗ്രൗണ്ട് നമുക്ക് വരുന്നില്ല. സ്റ്റീരിയോ ആക്കുമ്പോൾ നമ്മൾ സ്റ്റീരിയോ മോഡിലേക്ക് ഇതേപോലെ സ്റ്റീരിയോ മോഡിലേക്ക് മാറ്റിയിടുക. അതിനുശേഷം ഇതിന്റെ ലെഫ്റ്റ് ഒരു സൈഡ് എടുക്കുക, റൈറ്റ് എടുക്കുക. അതിനുശേഷം കോമൺ മൈനസ് ആണ് വന്നിരിക്കുന്നത്, കോമൺ ഗ്രൗണ്ട് ആണ് വന്നിരിക്കുന്നത്. ഇത് ബ്രിഡ്ജ് മോഡ് വരുമ്പോഴാണ് നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വിച്ച് വഴി ബ്രിഡ്ജ് ചെയ്യാന്നുള്ള രീതിയിൽ കൊടുക്കാം. അതുകൂടാതെ നമുക്കിത് ഷോർട്ട് ചെയ്ത് കൊടുക്കാം. ഒരു ജമ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ബ്രിഡ്ജ് ചെയ്ത് കിട്ടും. ഇതിൽ വരുന്നത് സ്പീക്കർ പ്രൊട്ടക്ഷൻ ആയിട്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് സെപ്പറേറ്റ് സ്പീക്കർ പ്രൊട്ടക്ഷൻ വെക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു PCBയും. ഇത് ഹാൻഡ് മെയ്ഡ് ആയിരിക്കാൻ സാധ്യതയില്ല. നിങ്ങൾക്ക് നോക്കുമ്പോൾ എല്ലാ റെസിസ്റ്ററിന്റെ കാര്യം ഒരേ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. മിക്കവാറും മെഷീൻ വർക്ക് തന്നെയായിരിക്കും വന്നിരിക്കുന്നത്. പിന്നെ കപ്പാസിറ്റികളെല്ലാം നമ്മുടെ ഇവിടെ കിട്ടുന്ന നല്ല കൂടിയ ഇമ്പോർട്ടഡ് കപ്പാസിറ്റികളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല വൃത്തിയിൽ തന്നെയാണ് എല്ലാ രീതിയിലും ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ അതിന്റെ ഹീറ്റ്സിങ്ങും വന്നിരിക്കുന്ന ഒരു മാറ്റ് ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ ഇത് ഇവരുടെ വർക്ക് കണ്ടാലറിയാം, നല്ല നീറ്റായിട്ടും എല്ലാ ഭാഗങ്ങളും നല്ല നീറ്റായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഇൻപുട്ടാണ്. നമുക്കിത് ഇൻപുട്ട് കൊടുക്കുന്നതിന് ലെഫ്റ്റ് ചാനൽ, റൈറ്റ് ചാനൽ, ഇതിന്റെ ഗ്രൗണ്ട് ചാനൽ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മോണായിട്ടും സ്റ്റീരിയോ ആയിട്ട് ഉപയോഗിക്കാം. നമ്മളിവിടെ ചെയ്യേണ്ടത് ഇതിലൊരു സ്വിച്ച് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതല്ല ഇത് ജമ്പർ ഇട്ടായാലും കൊടുക്കാം. പിന്നെ സ്റ്റീരിയോ എന്ന് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത് കാണാം. സ്റ്റീരിയോ മോഡിലാണ് ഈ ഭാഗത്തേക്ക്. ഇത് ബ്രിഡ്ജ് മോഡാണെന്നാണെങ്കിൽ ഇങ്ങോട്ടേക്ക് തട്ടിയിടുക. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ഈ ബോർഡിൽ വന്നിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ളത്. ഇനി ഇതിന്റെ ഒരു ഓഡിയോ ടെസ്റ്റ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെക്ക് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഈ ബോർഡ് വന്നിട്ട് കുറച്ച് ദിവസമായി വീഡിയോ ചെയ്യാനുള്ള ഒരു സമയം കിട്ടാത്തതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ ഒരു ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.